ഹലോ, നമ്മൾ ഗോതമ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് വേവിച്ച് അതിന് ശേഷം നമ്മൾ ശർക്കര പാനിയാക്കി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് സെറ്റാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റി ആ ഒരു നേന്ത്രപ്പഴം എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തേങ്ങേൻ്റെ കുറവുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽപ്പൊടിയാണ് ഉപയോഗിക്കാറ്. ഇപ്പം പായസം ഉണ്ടാക്കാൻ തേങ്ങാപ്പാൽപ്പൊടി എടുത്ത് അത് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഏലക്കായും കൂടെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പായസം എന്തായി നോക്കാം. നമ്മുടെ ഗോതമ്പും ശർക്കരയും കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേന്ത്രപ്പഴം 2-3 പീസ് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. ആ പഴവും ശർക്കരയും ഗോതമ്പും എല്ലാം കൂടെ നല്ല രീതിക്ക് തന്നെ മിക്സായി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ നമ്മൾ ഫസ്റ്റ് 2-ാം പാൽ കുറച്ച് ചേർത്ത് കേട്ടോ. അതിന് ശേഷം നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നല്ല രീതിക്ക് സെറ്റായി വന്നാൽ അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നാളികേരക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ യോജിപ്പിച്ച് വീണ്ടും നമ്മുടെ പായസം ഒന്ന് നല്ല രീതിക്ക് യോജിപ്പിച്ചെടുക്കാം. അത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ട്, എല്ലാ സംഭവവും സെറ്റാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താലോ. ഒരു ചില്ല് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പായസം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഗോതമ്പ് പായസം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഗോതമ്പ് പായസം ഇഷ്ടമുള്ളവർ നമുക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പായസം ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമുക്ക് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മളിതാ പായസം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എല്ലാ സംഭവങ്ങളും ഇട്ടപ്പോൾ കുറേശ്ശെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നേന്ത്രപ്പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും നാളികേരക്കൊത്തൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് അലങ്കാരമൊക്കെ ഇരിക്കട്ടേന്നേ. അപ്പോൾ നമ്മളെ പായസത്തെ നമ്മൾ നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. താങ്ക്